ഇത് റെഡിയായിട്ട് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാരൻ ചിങ്ങഞ്ചിറയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഒരു നേർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ നേർച്ചയും കാഴ്ചകളെല്ലാമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അങ്ങനെ കൊല്ലങ്കോടും ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയെല്ലാം കടന്ന് ചിങ്ങഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ചിങ്ങഞ്ചിറയ്ക്ക് ഇടയ്ക്ക് വരുന്നത് കൊണ്ട് പാലക്കാട്ടുകാർക്ക് അതൊരു പുതുമയല്ല. ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു ചിങ്ങഞ്ചിറയിൽ കേട്ടോ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നായി നേർച്ചകൾക്കും കാഴ്ചകൾ കാണാനുമായി ഇവിടേക്ക് ആൾക്കാർ എത്തിച്ചേരാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറെ നേരം നിൽക്കുമ്പോഴേക്കും കൂട്ടുകാരനും ഫാമിലിയും കൂട്ടുകാർക്ക് കൂടി അവിടെ കോഴി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതെല്ലാം വീഡിയോ എടുക്കുമായിരുന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞതും ഒരു പ്രസാദം കിട്ടിയിട്ടാ, പച്ചരിയും തേങ്ങയും ബെല്ലവും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്തത്. അതൊരു രക്ഷയുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ. അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നതും ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ചിങ്ങഞ്ചിറയിൽ വന്നാൽ. ഇതൊക്കെയല്ലേ സന്തോഷം. പക്ഷെ താഴെ വീണാൽ കയ്യോ കാലോ ഓടിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുമ്പോഴേക്കും പൂജ തുടങ്ങി. ഈ സൈഡുള്ള അമ്പലത്തിലാണ് മദ്യപൂജ കഴിക്കുന്നത് കേട്ടോ. ഈ കാളവണ്ടിയിലും നേർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ വന്നതാണ് കേട്ടോ. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു, ഇനി ഫുഡ് കൊടുക്കേണ്ട ടൈമാണ്. ഇവിടെ ഫാമിലി ആയിട്ട് നേർച്ചയ്ക്ക് വന്ന് നേർച്ചയെല്ലാം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ചിക്കനും ചോറൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. ടാർപ്പായെല്ലാം വിരിച്ച് വാഴയിലാണ് ഇതേപോലെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുക. ലാസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നത്. ആദ്യം പ്രസാദമാണ് കഴിച്ചത്, ഉണങ്ങച്ചോറും ചിക്കനും. അത് കഴിഞ്ഞിട്ടാണ് പാലക്കാട്ടിലെ സ്പെഷ്യലായ ഇറച്ചിയും കുമ്പളങ്ങിയും. ഇതെല്ലാം കൂടി കുഴച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ, അടിപൊളിയാണ്. അവസാനം എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എല്ലാവരോടും ബൈ പറയാണ്. പിന്നെ ചിങ്ങഞ്ചിറയ്ക്ക് വന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.